ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും രഞ്ജൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ മടിയുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് പപ്പു ദോശയിലേക്ക് പോയാലോ എന്ന്. ഈ പപ്പു ദോശ ബ്രിസ്റ്റളിൽ പാച്ച്വെല്ലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ അധികം സൗകര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് വലിയൊരു ഫാമിലിയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അഡാർ ഫുഡാണ് കേട്ടോ. സ്പെഷ്യലി നമ്മളേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീലിംഗാണ്. അതിപ്പോൾ ഫിൽറ്റർ കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും മസാല ദോശയാണെങ്കിലും പൂരി ആണെങ്കിലും ഭട്ടൂര ആണെങ്കിലും, അതായത് ഫാമിലി ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, ഒരു ഫാമിലിക്ക് ഫുള്ള് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസും നമുക്ക് നാട്ടിലെ ഒരു ഫീലിങ്ങും. സ്പെഷ്യലി യു കെയിലൊക്കെ താമസിക്കുന്ന ഒരു ഫുഡ് മിസ് ചെയ്യും. ഞാനൊക്കെ എന്ന് പറയുന്നത് ദുബായിൽ നിന്ന് വന്നതാണ്. ഈ ദുബായിലുള്ളവർക്ക് ഫുഡീസാണ് നമ്മളൊക്കെ. അപ്പോൾ ഫുഡ് മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് യു കെ. ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നത് അത് നമ്മൾ ഈ പപ്പു ദിവസത്തിലേക്ക് പോയാൽ നമുക്ക് ആ മിസ്സിങ് ഫീലിംഗ് അങ്ങ് മാറിക്കിട്ടും. ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുലാബ് ജാമുനും ബർഫിയും കുൽഫിയും അങ്ങനെ മധുരമുള്ള പല പല ഐറ്റംസും ഐസ്ക്രീമും ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ബ്രിസ്റ്റളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ഥലം അറിയാമായിരിക്കും, നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. പാർസൽ സർവീസും അവൈലബിൾ ആണ് കേട്ടോ. ബ്രിസ്റ്റോളിലല്ലാത്തവർ വന്നൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പല ടൈപ്പിൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.